ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കേരള സിലബസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ഹിന്ദിയിലെ 3ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠമാണ്. ഇതൊരു കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്നത് നാഗാർജുൻ ആണ്. കവിതയുടെ പേരാണ് അകാൽ ഔർ ഉസ്കെ ബാദ്. അപ്പോൾ നമുക്ക് കവിയെക്കുറിച്ചൊന്ന് നോക്കാം. नागार्जुन का जन्म 30 जून 1911 बिहार में हुआ. അദ്ദേഹം ജനിച്ചത് 1911 ജൂൺ 30 ബീഹാറിലാണ്. ആപ് ഹിന്ദി കെ പ്രഗതിശീൽ സാഹിത്യകാർ ഹെ. ഹിന്ദിയിലെ പുരോഗമനവാദിയായ സാഹിത്യകാരനായിരുന്നു നാഗാർജുൻ. आपने हिंदी के अलावा मैथिली, संस्कृत और बंगला में भी रचनाएं की है. ഹിന്ദിയിൽ കൂടാതെ അദ്ദേഹം മൈഥിലി, സംസ്കൃതം, ബംഗ്ല മുതലായ ഭാഷകളിലും രചനകൾ രചിച്ചിട്ടുണ്ട്. ലോക ജീവൻ, പ്രകൃതി और സമകാലീന രാജനീതി आपकी रचनाओं में मुख्य विषय रहे हैं. മനുഷ്യ ജീവിതത്തെക്കുറിച്ചും പ്രകൃതി और സമകാലീൻ രാജനീതി, അതായത് സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചും അദ്ദേഹം തൻ്റെ കൃതികളിലെ മുഖ്യ വിഷയമാക്കിയിട്ടുണ്ട്. युगधारा, प्यासी, पथराई आंखें, सतरंगी पंखों वाली, तालाब की मछलियाँ आदि आपकी പ്രമുഖ കാവ്യകൃതിയാണ് ഹെ. അപ്പോൾ ഈ പറഞ്ഞവയെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാവ്യകൃതികളാണ്. അകാൽ ഔർ ഉസ്കെ ബാദ്. ഈ കവിതയിൽ ഇദ്ദേഹം ക്ഷാമകാലത്തെക്കുറിച്ചും അതിന് ശേഷമുള്ള കാലത്തെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. അകാൽ ബഹുത് ദുഃഖദായക് ഹെ. ക്ഷാമകാലം എന്ന് പറയുന്നത് വളരെയധികം ദുഃഖം നൽകുന്നതാണ്. അഭാവോം കാ സമയ ഹെ, ഇല്ലായ്മയുടെ സമയമാണ്. ചാരോ ഔർ നിരാശ ഔർ വിഷാദ് ഛായി ഹുയി ഹെ. അകാൽ കെ സമയ ചാരോ ഔർ നിരാശ, നാലു ചുറ്റിലും നിരാശയും വിഷാദവും വ്യാപിച്ചിരിക്കുകയാണ്. കൈ ദിനോं तक चूल्हा रोया, चक्की रही उदास. कई दिनों तक कानी कुतिया सोई उनके पास. कई दिनों तक लगी बीत पर छिपकलियों की गश्त. कई दिनों तक चूहों की भी हालत रही शिकस्त. अदाയത് इस कविता की इन 4 पंक्तियों में कवि ने अकाल की भीषणता को व्यक्त किया है. कई दिनों तक चूल्हा रोया, കുറേ ദിവസമായി ചുൽഹ എന്ന് വെച്ചാൽ അടുപ്പ്, രോയ കരയുന്നു, ഒത്തിരി ദിവസമായി അടുപ്പ് കരയുന്നു. ചക്കി രഹി ഉദാസ്, ചക്കി തിരികല്ല്, ചക്കിക്കും വളരെയധികം ദുഃഖമാണ്, തിരികല്ലും വളരെ ദുഃഖിതയാണ്. കൈ ദിനോം തക് കാനി കുത്തിയ എന്ന് വെച്ചാൽ ഒറ്റക്കണ്ണുള്ള പെൺപട്ടി, കുറേ ദിവസമായി ഒറ്റക്കണ്ണുള്ള ആ പെൺപട്ടി സോയി ഉൻകെ പാസ്, ചക്കി ഔർ ചുൽഹെ കെ പാസ് കാനി കുത്തിയ സോയി ഹെ. അപ്പോൾ കുറേ ദിവസമായി അടുപ്പെരിഞ്ഞിട്ടില്ല. അകാൽ കെ സമയ ഘർ മേ അനാജ് കാ ഏക് ദാന ഭി നഹി ഹെ, ഇസ്ലിയെ ചുൽഹ ഭി നഹി ജലായ ഹെ. വീട്ടിൽ ധാന്യമണിയൊന്നുമില്ല, അതുകൊണ്ട് അടുപ്പും കത്തിച്ചിട്ടില്ല. ചക്കി രഹി ഉദാസ്, അതായത് തിരികല്ലിലിട്ടാണ് പണ്ട് ധാന്യങ്ങളൊക്കെ പൊടിച്ചിരുന്നത്. ധാന്യമുണ്ടെങ്കിലല്ലേ പൊടിക്കുകയുള്ളൂ. അപ്പോൾ ധാന്യമില്ലാത്തത് കൊണ്ട് തിരികല്ലിനും വിശ്രമം. ഭക്ഷണമൊന്നും കിട്ടാതെ തിരികല്ലിൻ്റെയും അടുപ്പിൻ്റെയും അടുത്തായിട്ട് ഒറ്റക്കണ്ണിയായ ആ പെൺപട്ടിയും കുറേ ദിവസമായി ഇങ്ങനെ കിടക്കുന്നു. കൈ ദിനോം തക് ലഗി ഭീത് പർ छिपकलियों की गश्त. കുറേ ദിവസമായി ഭിത്തിയിൽ, മതിലിൽ അല്ലെങ്കിൽ ചുമരിൽ പല്ലികൾ ഉലാത്തിക്കൊണ്ടിരിക്കുന്നു. तो दीवार पर उन्हें छोटे छोटे प्राणियों कीड़े मकोड़े मिलते हैं, उसे खाकर वे अपनी भूख मिटाते थे. അപ്പോൾ കുറേ ദിവസമായി घर में खाने की चीज़ नहीं है, इसलिए छिपकलियाँ भी इधर उधर घूमती रहती है. ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാത്തത് കാരണം പല്ലികളും ചുമരിന്മേൽ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം തേടി അവർ ഉലാത്തുകയാണ്. കൈ ദിനോं तक चूहों को भी हालत रही शिकस्त. ഇനി എലികളുടെ അവസ്ഥയും വളരെ മോശം തന്നെയാണ്, തകർച്ചയാണ്. എലികളുടെ അവസ്ഥയും വളരെ ദയനീയമാണ് എന്നാണ് കവി ഈ 4 വരികളിലൂടെ പറയുന്നത്. അപ്പോൾ ക്ഷാമകാലത്ത് എല്ലാവരും ദുഃഖിതരാണ്. വീട്ടിലൊരു മണി ധാന്യമില്ല, ഭക്ഷണം പാകം ചെയ്യുന്നില്ല, അടുപ്പ് എരിയുന്നില്ല, പിന്നെ തിരികല്ലിൽ ധാന്യം പൊടിക്കുന്നില്ല,
ഒറ്റക്കണ്ണുള്ള പെൺപട്ടിക്കും ഭക്ഷണം കിട്ടാതെ അവ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ കിടക്കുന്നു. പിന്നെയോ പല്ലികളാകട്ടെ ഒരു ചെറുപ്രാണിയെപ്പോലും കിട്ടാതെ വിശന്ന് ചുമരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ടിരിക്കുന്നു. എലികളുടെ കാര്യവും വളരെ ദയനീയമാണ്. അപ്പോൾ ആദ്യത്തെ 4 വരി എന്ന് പറയുന്നത് വളരെ ദുഃഖപൂർണമായ ഒരവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത 4 വരികളിൽ അകാലിന് ശേഷം, അതായത് ക്ഷാമകാലത്തിന് ശേഷം സമൃദ്ധിയുടെ കാലമാണ്. വീട്ടിൽ ധാന്യം വരുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, അടുപ്പ് എരിയുന്നു, അതുപോലെ തന്നെ വീട്ടിന് പുറത്ത് പുക ഉയരുന്നതും കാണാം. വീട്ടിലുള്ള ആളുകളുടെ കണ്ണുകളെല്ലാം തിളങ്ങുന്നു. ഭക്ഷണമെല്ലാം കഴിച്ചപ്പോൾ ആളുകൾക്കെല്ലാം ഉഷാറായി. കാക്കയും വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ ചിറക് ചൊരിയുന്നു. दाने आए घर के अंदर कई दिनों के बाद, अकाल के बाद സമൃദ്ധി ആത്തി ഹെ. വീട്ടിൽ ധാന്യം വന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ ധാന്യം വന്നു. ധുവാ ഉഠ ആംഗൻ സേ ഊപ്പർ കൈ ദിനോं के बाद, അപ്പോൾ ഭക്ഷണം പാകം ചെയ്തു. ഖാന പക്കാന ശുരു കിയ. അപ്പോൾ വീട്ടിൽ നിന്ന് അടുപ്പിൽ നിന്ന് പുക ഇങ്ങനെ ഉയർന്നു തുടങ്ങി. ചമക്കുട്ടി ഗർഭർക്കി ആഖേം, മനുഷ്യരുടെ കണ്ണുകളാണ് സന്തോഷം കൊണ്ട് തിളങ്ങുന്നത് അല്ലേ. അപ്പോൾ ഭക്ഷണമെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ വീട്ടിലുള്ള എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി. ഇവിടെ കവി ജീവനുള്ളവയെയും ജീവനില്ലാത്തവയെയും എല്ലാവരെയും കുടുംബത്തിലെ അംഗങ്ങളായിട്ടാണ് കാണുന്നത്. ഇവിടെ എല്ലാവർക്കും സന്തോഷമായി. സബ് ഖുഷ് ഹോ ജാത്തെ ഹെ. चमक उठी भर की आंखें कई दिनों के बाद, कव्वे ने खुजलाई पांखें कई दिनों के बाद. कव्वे की भूख भी मिट गई है. अब എന്ത് ചെയ്തു? उसने पंखें खुजलाई. उनकी भूख मिट गई है इसलिए वे खुश हुए और उसने पंखें भी खुजलाई. അപ്പോൾ ഇവിടെ കവി പറയുന്നത് അകാലിന് ശേഷം, ക്ഷാമകാലത്തിന് ശേഷം ഒരു സമൃദ്ധിയുടെ കാലമാണ്. സമൃദ്ധി വന്നപ്പോൾ വീട്ടിൽ ധാന്യം വന്നു. ആളുകൾ ഭക്ഷണം പാകം ചെയ്തു തുടങ്ങി. എല്ലാവർക്കും ഭക്ഷണം കിട്ടിത്തുടങ്ങിയപ്പോൾ എല്ലാവരുടെയും മനസ്സിലൊരു ഉത്സാഹം വന്നു, സന്തോഷം നിറഞ്ഞു. അങ്ങനെ എല്ലാവരുടെയും കണ്ണുകളൊക്കെ ഒന്ന് തെളിഞ്ഞു. അടുപ്പെരിയാൻ തുടങ്ങി. അടുപ്പിൽ നിന്ന് പുക മുകളിലേക്ക് ഉയർന്നു തുടങ്ങി. സന്തോഷവാനായ കാക്കയ്ക്കും ഭക്ഷണം കിട്ടി. അപ്പോൾ കാക്ക എന്ത് ചെയ്തു? തൻ്റെ ചിറകെല്ലാം ഒന്ന് ചിക്കി. ഇതാണ് ഈ കവിതയുടെ ആശയം. ഇനി നമുക്ക് പാഠഭാഗത്ത് 1-2 പ്രവർത്തനങ്ങളുണ്ട്, അത് നോക്കാം. പഠേം ഔർ ചർച്ചാ കരേം, വായിക്കുക, ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുക. കൈ ദിനോं तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास. चूल्हे का रोना और चक्की का उदास होना, इसका मतलब क्या है? ചുൽഹേക്കാ രോന, അടുപ്പ് കരയുന്നത് എപ്പോഴാണ്? അടുപ്പിൽ ഭക്ഷണമൊന്നും പാകം ചെയ്യാനില്ലാതെ അടുപ്പിങ്ങനെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പോൾ അടുപ്പ് എരിയുന്നില്ല. അതാണ് ഇവിടെ അടുപ്പ് കരയുന്നതായിട്ട് പറയുന്നത്. അകാൽ കെ സമയ ഘർ മേ ധാന നഹി ഹെ इसलिए घर में खाना नहीं पकाते हैं. चक्की रही उदास, पीसने के लिए दाना नहीं है इसलिए चक्की भी उदास हो गई. कई दिनों तक कानी कुतिया सोई उनके पास, കുറേ ദിവസങ്ങളായി ഒറ്റക്കണ്ണിയായ ആ പെൺപട്ടി ഇതിൻ്റെ അടുത്തേക്ക് കിടന്നു. അതിനും കഴിക്കാൻ ഭക്ഷണമൊന്നും ഇല്ല. कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. छिपकली, छिपकली എന്ന് വെച്ചാൽ പല്ലി. उनको भी खाने के लिए कुछ नहीं मिला है तो खाने की तलाश में वह इधर उधर घूमने लगी. चूहों को भी हालत बहुत दयनीय था. എലികളുടെ അവസ്ഥയും വളരെ മോശമായിരുന്നു. दाने आए घर के अंदर कई दिनों के बाद, दुआम उठा आंगन से ऊपर कई दिनों के बाद. अकाल के बाद समृद्धि का समय है इसलिए घर में दाना आता है, खाना पकाना शुरू किया है, आंगन के ऊपर से धुआं उठा है, घर के सब लोग खुश हुए हैं, उनकी आंखें चमकने लगी है. ഇതാണ് ഇതിൻ്റെ ആശയം. कवि ने अकाल का चित्रण किस प्रकार किया है?
അകാൽ, അകാലിനെ ക്ഷാമകാലത്തെ എങ്ങനെയാണ് കവി സൂചിപ്പിച്ചിരിക്കുന്നത്? പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചുൽഹോങ്ക റോന. ചുൽഹോങ്ക റോന എന്ന് വെച്ചാൽ അടുപ്പെരിയുന്നില്ല, അപ്പോൾ അടുപ്പ് വെറുതെ നിശബ്ദമായിട്ട് ഇരിക്കുന്നു, വിലപിക്കുന്നതായിട്ടാണ് പറയുന്നത്. ചക്കി ക ഉദാസ് ഹോന. ധാന്യം കിട്ടിയാൽ അത് തിരികല്ലിലിട്ട് പൊടിച്ചെടുക്കും, ഒരു ധാന്യമണി പോലുമില്ല. അപ്പോൾ ചക്കിയും വളരെ, തിരികല്ലും വളരെ ദുഃഖിതയാണ്. ബീത്ത് പർ ഛിപ്കലിയോ കി ഗഷ്ത്. ഭക്ഷണം അന്വേഷിച്ചിട്ട് പല്ലികൾ ഉലാത്തിക്കൊണ്ടിരിക്കുന്നു ചുമരിൽ. ഷിക്കസ്ത് ഹാലത്ത് വാലെ ചൂഹേ. ചൂഹോം കോ ബി ഹാലത്ത് ബഹുത് ദയനീയ ഹേ. അവരുടെ അവസ്ഥയും വളരെ ദയനീയമാണ്. ഇനി കവിനെ അകാൽ കെ ബാദ് കി ഹാലത്ത് കാ ചിത്रण കിസ് പ്രകാർ കിയാ ഹേ? കവി ക്ഷാമകാലത്തിന് ശേഷമുള്ള ചിത്രം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അകാൽ കെ ബാദ് घर के अंदर दाने का आना. अगाल के बाद घर के अंदर दाना आता है. खाना पकाते हैं, इसलिए आंगन के ऊपर से धुआं उड़ता है. घर भर की लोगों की आंख चमकने लगती है. कौवे ने भी अपना पंख खुजलाया है. അപ്പോൾ ക്ഷാമത്തിന് ശേഷം ധാന്യം വരുന്നു, അടുപ്പെരിയുന്നു, ഭക്ഷണം പാകം ചെയ്യുന്നു, വീടിന് മുകളിൽ കൂടി പുക ഉയരുന്നു, അതുപോലെ കാക്കയും വളരെ സന്തോഷവാനായിട്ട് തൻ്റെ ചിറക് ചൊറിയുന്നു. ഇനി കവിതാമേ കൈ ദിനോ തക് और कई दिनों के बाद दोहराने का क्या താല്പര്യ ഹോ സക്താ ഹെ? എന്താണ് ഇതിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കൈ ദിനോ തക് കൈ ദിനോ കെ ബാദ് എന്ന്, അല്ലേ? ഇവിടെ എന്താണ്? അഭാവ് കി നിരന്തരത വ്യക്ത ഹോത്താ ഹെ. ഇല്ലായ്മയാണ് ഈ പറയുന്നത്. കൈ ദിനോം തക്ക് എന്ന് പറയുന്നത് കുറേ ദിവസങ്ങൾ എന്താ വീട്ടിൽ ഒന്നും ഇല്ലായിരുന്നു. ഇനി और अगाल के एक लंबे अंतराल की सूचना मिलती है. അകാലിനെ കുറിച്ചുള്ള ഒരു സൂചനയും നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ കവിത എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് വായിച്ചു നോക്കുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.